സൗണ്ട് ഇല്ലാത്തതാണോ? Good evening, ma'am. Good evening, ma'am. ഗുഡ് ഈവനിങ്. Good evening, ma'am. പറ്റുന്നുണ്ടോ എല്ലാവർക്കും? കേൾക്കാൻ പറ്റുന്നുണ്ടോ? Yes, ma'am. ഓക്കെ, കാണാൻ Yes, ma'am. പറ്റുന്നുണ്ടല്ലോ. ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗുഡ് ഈവനിങ് കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? പ്രെയർ ആരെങ്കിലും പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടോ? പ്രെയർ ആരാ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? പ്രെയർ ഒക്കെ ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? റൂബിയ, ഷൈല ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, പിന്നെ ആരായി? കീർത്തി, ഗോപി, മാം ഐശ്വര്യ. ഐശ്വര്യ. ഓക്കെ, റെഡിയാണോ? ഓക്കെ, റെഡിയാണ് മാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. Oh God, thank you for the world you created for us. Oh Lord, we are grateful for the air we feel, for the rain we got, for the luxury we have. Oh Lord, our existence belongs to you. Oh Lord, be kind and shower the love always. We are responsible for what we got from you and we will protect it as well as we can. Thank you. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു ടെറ്റനസ് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ലല്ലോ ടെറ്റനസ്? പറഞ്ഞോ? ഇല്ല ഇല്ല ഇല്ല, തുടക്കം ഒരു ഇഗ്നോർ പോലെ പറഞ്ഞോളൂ അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് എന്തറിയാം ടെറ്റനസിനെ കുറിച്ചിട്ട്? ഹരിതയ്ക്ക് അറിയാമോ ടെറ്റനസ് എന്താ? കേട്ടിട്ടുണ്ടോ ടെറ്റനസ്? ഇല്ല, മുറിവൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സെപ്റ്റിക് ആവണത്, പഴുക്കണത് ഒക്കെ അല്ലേ ശരിക്കും? ശരിയാണ്. ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ടെറ്റനസിന്റെ അറിയാം? ചെറിയ പനി ഉണ്ടാവും തോന്നുന്നുണ്ടല്ലേ? പിന്നെ 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 അറിയില്ല. ഇല്ല, അത് കണ്ടിട്ടുള്ളൂ. സാധാരണ നമുക്ക് ഒരു മുറിവൊക്കെ ഉണ്ടായാല് കാണാറുള്ളതാ പറഞ്ഞു. മസിൽസില് ഡിഫറൻസ് ഉണ്ടാവും മാം. എന്താ? മസിൽസ് ഒക്കെ ഇൻഡിഫറൻസ് വരും. മസിൽസ് പെയിൻ ആണോ ഉദ്ദേശിക്കുന്നത്? മസിൽ പെയിൻ ആണോ? മസിൽസ് ഒക്കെ ഇൻഡിഫറൻസ് ആയിട്ട് വരില്ലേ? ശരിയാണ്. ഓക്കെ, ഏത് ബാക്ടീരിയ ആണ് ടെറ്റനസ് ഉണ്ടാക്കുന്നത്? അറിയാമോ? ഏതാണ് ബാക്ടീരിയയുടെ പേരെന്താ? ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? ഇല്ല അല്ലേ?
ക്ലോസ്ട്രിഡിയം ടെറ്റനി എന്ന് പറയുന്ന ബാക്ടീരിയ കേട്ടിട്ടുണ്ടോ? ഇല്ല, ആരും തന്നെ കേട്ടിട്ടില്ല. ക്ലോസ്ട്രിഡിയം ടെറ്റനി കേട്ടോ. ആ ഒരു ബാക്ടീരിയയാണ് എന്ത് ഉണ്ടാക്കുന്നത്? ടെറ്റനസ് എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്നത് കേട്ടോ. കുതിര സന്നി എന്ന് ഈ രോഗം അറിയപ്പെടാറുണ്ട്. കുതിര സന്നി. ഒന്നുകൂടി പറയുമോ മാഡം? എന്താ? ആ ബാക്ടീരിയയുടെ പേര് ഒന്നുകൂടി പറയൂ. ക്ലോസ്ട്രിഡിയം ടെറ്റനി. ക്ലോസ്ട്രിഡിയം ടെറ്റനി കേട്ടാ. ഞാൻ പറയണത് ക്ലിയർ ആവണില്ല പേര്. മാം മെസ്സേജിലൊന്ന് പേര് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്ലോസ്ട്രിഡിയം ടെറ്റനി. ഇപ്പൊ കിട്ടിയോ? കാണുന്നില്ലേ നിങ്ങള്? ഓ കിട്ടി. ഇതാണ് ആ ബാക്ടീരിയയുടെ പേര് കേട്ടോ. ക്ലോസ്ട്രിഡിയം ടെറ്റനി എന്നാണ് ബാക്ടീരിയയുടെ പേര്. ഈ ഒരു ബാക്ടീരിയ മണ്ണിലാണ് ഉണ്ടാകുന്നത്. ഓക്കെ, നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ എന്തുണ്ടാവും? അപ്പോ ഈ ഒരു ബാക്ടീരിയയുടെ പ്രസൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ചെളിയിലൊക്കെ നമ്മൾ കളിക്കില്ലേ, അപ്പോ നമുക്ക് നമ്മുടെ ശരീരത്തില് ഇപ്പൊ കാലിലൊക്കെ മുറിവുണ്ടാവുകയാണെങ്കിൽ ആ മുറിവിലൂടെ എന്ത് ചെയ്യും? ഈ മണ്ണിലുള്ള ബാക്ടീരിയ നമ്മുടെ അകത്ത് പ്രവേശിക്കും. അങ്ങനെയാണ് എന്ത് വരുന്നത്? രോഗം വരുന്നത് കേട്ടോ. അപ്പൊ മണ്ണിലാണ് എന്തുണ്ടാവുന്നത്? ഈ ബാക്ടീരിയ ഉണ്ടാവുന്നത്. നമ്മൾ ചെളിയിലൊക്കെ കളിക്കുമ്പോൾ എന്താ പറയാ, ഇപ്പൊ നമ്മൾ കുഞ്ഞൊക്കെ ആയിരിക്കുമ്പോ അല്ലെങ്കിൽ എന്താ പറയാ, നമ്മളിപ്പോ ചെരുപ്പിടാതൊക്കെ നടത്തിയാന്ന് വിചാരിക്കും, എന്തെങ്കിലും മുറിവൊക്കെ പറ്റിയിട്ട്. അപ്പൊ എന്താണ്? ആ അതിലൂടെ എന്ത് ചെയ്യും? ആ മുറിവിലൂടെ എന്ത് ചെയ്യും? ശരീരത്തിനകത്ത് കൗഡെങ്കിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നെന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? കേൾക്കുന്നില്ല, ക്ലിയർ ആവുന്നില്ല. കൗഡെങ്കിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതെന്ന് കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട് അല്ലെ? ഓക്കെ. അപ്പൊ അതിന്റെ എന്താ പറയാ, അങ്ങനെ അകത്തേക്ക് പ്രവേശിച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്? രോഗം ഉണ്ടാവുന്നത്. ലക്ഷണങ്ങള് നേരത്തെ നിങ്ങൾ എന്താ പറഞ്ഞത്? ആരും പറഞ്ഞല്ലോ ലക്ഷണങ്ങള്. എന്താ പറഞ്ഞ ലക്ഷണങ്ങളില്? സിംറ്റംസ് എന്തൊക്കെയാ പറഞ്ഞേ? ഓർമ്മയുണ്ടോ? ഫീവർ, ഹെഡേക്ക്, ആ സ്വെറ്റിംഗ്. ഓക്കെ. കൂടുതലായിട്ടും ഉണ്ടാവും, ഫീവർ ഹെഡേക്ക് ഒക്കെ ഉണ്ടാവും. എന്നിരുന്നാലും കൂടുതലായിട്ട് നമ്മൾക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ മസിൽസ് ഉണ്ടല്ലോ, മാംസപേശികള്, അത് വലിഞ്ഞു മുറുകും. ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും? ടൈറ്റ് ആകും. അങ്ങനെ ടൈറ്റ് ആകുമ്പോഴും നമുക്ക് എന്ത് പറ്റും? നമ്മുടെ എന്താ പറയാ, ബോഡി പാർട്സ് ഒന്നും ചലിക്കാനായിട്ട് പറ്റില്ല. ഇപ്പൊ നമ്മുടെ കൈയും കാലൊക്കെ അനങ്ങുന്നുണ്ടല്ലോ, അത് അനങ്ങാൻ പറ്റാതെ ആ പേശികളൊക്കെ എന്താണ്? ഭയങ്കരമായിട്ട് ടൈറ്റ് ആവും. നമുക്കൊന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതൊരു സിംറ്റമാണ്. അതുകൂടാതെ ശ്വാസം എടുക്കുന്നതിന് ബുദ്ധിമുട്ട് വരും. ഓക്കെ, അതായത് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവുന്നുണ്ട്. ഈ ടെറ്റനസ് എന്ന് പറയുന്ന രോഗത്തിന് ഉണ്ടാകുന്ന വേറൊരു പ്രോബ്ലമാണ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മുഖത്തെ നമ്മുടെ മുഖം ഉണ്ടല്ലോ, ഫേസ് ഉണ്ടല്ലോ, ആ ഫേസിലെ മാംസപേശികള്, നമ്മുടെ ഈ ഫേസിലൊക്കെ എന്തുണ്ട്? പേശികൾ ഉണ്ടല്ലേ, മസിൽസ് ഉണ്ടല്ലേ, അതൊക്കെ എന്താവും? വലിഞ്ഞു മുറുകിയിട്ട് ഭയങ്കരമായിട്ട് എന്തെങ്കിലും ടൈറ്റ് ആയിരിക്കും. ഓക്കെ, അതും സിംറ്റമാണ് കേട്ടോ. അപ്പൊ ഇതുകൊണ്ട് തന്നെ ടെറ്റനസിനെ വിളിക്കുന്ന വേറൊരു പേരിട്ട് ലോക്ജോ ഡിസീസ് എന്ന് വിളിക്കും കേട്ടോ. അതെന്തുകൊണ്ടാ? ഫേസിലെ മാംസപേശികള് വലിഞ്ഞു മുറുകും ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവും. അതുണ്ടാവുന്നത് നമ്മുടെ ശ്വാസകോശം ഉണ്ടല്ലോ, ലങ്സ് ഉണ്ടല്ലോ, അത് ടൈറ്റ് ആവുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഇതാണ് എന്താ വരുന്നത്? ലക്ഷണങ്ങൾ വരുന്നത് കേട്ടോ. ഞാൻ പറയുമ്പോ തന്നെ പോയിന്റ്. വേറെ പേരെന്താണ് പറഞ്ഞത്? ഇപ്പൊ ലോക്ജോ ഞാനൊരു ടൈപ്പ് ചെയ്യാം. ലോക്ജോ കേട്ടോ.
കമന്റിലൊന്ന് നോക്കാം കേട്ടോ, കമന്റിലൊന്ന് നോക്കാം. ലോങ്ജോ എന്ന് അറിയപ്പെടുന്നു കേട്ടോ. ഓക്കെ, നമ്മുടെ ഈ ഒരു ടി അതായത് ടെറ്റനസ് അല്ലെ, ടെറ്റനസ് എന്ന് പറയുന്ന ഈ ഒരു അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പ്രിവെൻഷൻ ആയിട്ട് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസില് കുത്തിവയ്പ്പുകൾ എടുക്കുന്നുണ്ട്. ടി ഇഞ്ചക്ഷൻ ആണ് കൊടുക്കുന്നത്. എത്ര പ്രാവശ്യമാണ് കൊടുക്കുന്നത് അറിയാമോ ആർക്കെങ്കിലും? 2 പ്രാവശ്യം. 2 പ്രാവശ്യം കൊടുക്കുന്നുണ്ട്. ഏതൊക്കെ മാസം ഒന്നും അറിയാം? 3 monthsലും 5 months. അതെ, അങ്ങനെയാണല്ലേ കൊടുക്കുന്നത്. 3-ാം മാസത്തിൽ 5-ാം മാസത്തിൽ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ 5-6 ഡോസുകളിലായിട്ടൊക്കെ എന്ത് കൊടുക്കുന്നുണ്ട് ഇതിനെ തടയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ ഇതിന് പ്രിവെൻഷൻ ആയിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്? ഈ ഒരു ഈ മരുന്ന് ആളുകളിലേക്ക് എത്തുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ വന്നു കഴിഞ്ഞാൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിവെൻഷൻ ഇതായിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്? ഈ ഇഞ്ചക്ഷൻ നമ്മള് കൊടുക്കാറുണ്ട്. ഓക്കെ, അതിന്റെ പേരൊന്ന് പറഞ്ഞു സാർ. എന്താ മോളെ? പ്രഗ്നൻസി ലേഡീസിൽ എടുക്കണം ആ വാക്സിന്റെ പേര്. ആണെങ്കിൽ 2 പ്രാവശ്യം ആ ഡോസിനെ പറയണത്. മ്യൂട്ട് ചെയ്യാൻ പറയും മാഡം. ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട്. ഓക്കെ, ഈ ഗർഭിണികളിൽ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിന് എന്തിനു വേണ്ടിയിട്ട് ടി ഇഞ്ചക്ഷൻ എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ആലോചിച്ചിട്ടുണ്ടോ നിങ്ങള്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും എടുക്കുന്നത്? പ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ടാണോ? ആണോ? പ്രഗ്നൻസി ടൈമില് ഡെലിവറി ടൈമിലൊക്കെ അവർക്ക് നവജാത ശിശുക്കളിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ന്യൂ ബോൺ ബേബീസിലെ അവർക്ക് ഈ രോഗം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഇവർക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് കേട്ടോ. അറിയായിരുന്നില്ലേ ആർക്കും? ഇല്ല മിസ്, ആദ്യമായിട്ടാണ് കേട്ടത്. രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഗർഭിണിയാകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത്? ഈ ഇഞ്ചക്ഷൻ അവർക്ക് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾക്ക് എന്താ പറയാ കുഞ്ഞുങ്ങളിലൊക്കെ എന്താണ് ഇത് ഉണ്ടാകാനുള്ള ഇത് വളരെ കൂടുതലാണ്. കാരണം എന്താ പറയാ ഈ മണ്ണിലൊക്കെ കളിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ മണ്ണിൽ ഉണ്ടാവുന്ന ബാക്ടീരിയ ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യും? എന്തെങ്കിലും അവർക്ക് മുറിവൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ എന്താണ് പെട്ടെന്ന് തന്നെ ഉണ്ടാവും ബാക്ടീരിയ അവരുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും. മാത്രമല്ല ഈ കൊച്ചു കുട്ടികളെ പട്ടി പൂച്ച മുതലായ സാധനങ്ങളൊക്കെ മാന്തുകയാണെങ്കിൽ, ഈ പട്ടി പൂച്ചയായിട്ടുള്ള മൃഗങ്ങളൊക്കെ മാന്തുകയാണെങ്കിൽ ഈ പട്ടിയിലും പൂച്ചയിലൊക്കെ എന്തുണ്ട്? ഈ ബാക്ടീരിയ ഉണ്ട്. എന്തുകൊണ്ടാ? നിങ്ങൾ പുറത്തിറക്കുമല്ലോ, പട്ടിനെയും പൂച്ചേനെയൊക്കെ പുറത്തിറക്കുമല്ലോ. മണ്ണിലായിരിക്കില്ലേ ഇരിക്കുന്നേ. ഇപ്പൊ അവർക്ക് യൂറിൻ പാസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്താണ് അതിനുള്ളവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ഈ മൃഗങ്ങളെ നമ്മൾ പുറത്തിറക്കും. അപ്പൊ ഈ മണ്ണില് ഈ ബാക്ടീരിയ ഉണ്ട്. ഇവരെന്ത് ചെയ്യും? ഈ പട്ടിയുടെയൊക്കെ നഖമില്ലേ, കാലുകളുടെയൊക്കെ നഖമില്ലേ, ആ നഖത്തിന്റെ ഇടയിലൊക്കെ എന്ത് ചെയ്യും? ഈ ബാക്ടീരിയ പറ്റിപ്പിടിച്ചിരിക്കും. ഓക്കെ, അങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ ഈ പട്ടി കുട്ടിയെ അല്ലെങ്കിൽ വലിയ ആളെ മാന്താണെങ്കിൽ അങ്ങനെ എന്തുണ്ടാകും? ബാക്ടീരിയ ഉള്ളിലിട്ട് പ്രവേശിക്കാനുള്ള കാരണത്തിന് ഇടയാവും അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ പട്ടി പൂച്ച അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാന്തുമ്പോൾ നമ്മൾ പെട്ടെന്ന് പോയി എന്തെടുക്കുന്നേ? എന്താ എടുക്കുന്നേ നമ്മള്? അതുകൊണ്ടാണ് ഈ ബാക്ടീരിയ ഇതിന്റെ നഖത്തിന്റെ ഇടയിൽ ഉണ്ടപ്പോൾ, അതുകൊണ്ടാണ് അതിന് നമ്മൾ വേഗം ഓടിപ്പോയി എന്ത് ചെയ്യുന്നത്? നമ്മൾ അതിനുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കി ഒന്ന് വെക്കേണ്ട. ഓക്കെ, അപ്പൊ മനസ്സിലായോ ടെറ്റനസിനെ കുറിച്ചിട്ട്? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് നിങ്ങള് പോളിയോ മൈലൈറ്റിസ് ഒന്ന് ആരെങ്കിലും ഒരാളൊന്ന് വായിക്കുക കേട്ടോ. ബാക്കിയുള്ളവര് മൈൻഡിൽ റീഡ് ചെയ്യുക, എന്നിട്ടൊന്ന് പറയാം. ഓക്കെ, ശില്പ
ശില്പ ഓക്കെ മാം. വായിക്കട്ടോ. The polio vaccine is given along with the 3 DPT doses, followed by 2 boosters, one at 1.5 years and the second at 4.5 years. എന്താ പറയുന്നേ? പോളിയോ വാക്സിൻ എടുക്കുന്നത് 3 DPT ഓക്സിസിന്റെ ഒപ്പമാണ്. അത് ഫോളോഡ് ബൈ 2 boosters. അത് ആദ്യം എടുക്കുന്നത് 1.5 ഇയേഴ്സിലും രണ്ടാമത് 4.5 ഇയേഴ്സിലും. ഓക്കെ. അപ്പൊ DPT വാക്സിന്റെ കൂടെ എന്തെടുക്കാറുണ്ട്? പോളിയോ കൊടുക്കാറില്ലേ? നമ്മള് പോളിയോ വാക്സിൻ കൊടുക്കാറില്ലേ? നമുക്കറിയാലേ നമ്മള് വാക്സിൻ എടുക്കാൻ ചെല്ലുമ്പോ എന്ത് തരും അവര്? പോളിയോ അത് കൊടുക്കാറില്ലേ കുട്ടികൾക്ക്? നിങ്ങൾ പോളിയോ കൊടുക്കാറുണ്ട് അല്ലേ? ആദ്യത്തേത് എന്താണ്? ഏത് വയസ്സിലാ പറയുന്നത് ഇവിടെ? 1.5 years അല്ലേ? ഓക്കെ. അതായത് 1.5 വയസ്സിലും പിന്നീട് 4.5 വയസ്സിലത്തെ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് പോളിയോ മൈലൈറ്റിസ്. നിങ്ങൾക്ക് അറിയോ ഇതെന്താണെന്ന്? നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ നെയ്ബറിനാരെങ്കിലും ഒക്കെ എന്താണ് ഇത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ? ഇതിനെ കുറിച്ച് കേട്ടിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പോളിയോ മൈലൈറ്റിസ് ബാധിച്ചിട്ടുള്ള ആളുകളെ നിങ്ങൾക്കറിയാമോ? കണ്ടിട്ടുണ്ട് മിസ്സേ. ഒരു കാലിന് ചലനശേഷി ഇല്ലാതെ ഒരു കാലായിട്ട് തളർന്നു പോയവര്. ആരാണോ? ഗീതു. അല്ല ഈ ആളെ കണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ആരായിട്ട് വരും? അത് എന്റെ ഒരു വല്യച്ഛനാ. ആണല്ലേ? ഒന്ന് പറയാമോ? ആൾക്ക് എങ്ങനെയാണ് ഇത് വന്നത്? എന്താണ് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഷെയർ ചെയ്യാമോ? ഞാനും ഇങ്ങനെ പറഞ്ഞു കേട്ടേക്കണത് ചെറുപ്പത്തിലെ ഇഞ്ചക്ഷൻ എടുക്കാഞ്ഞിട്ടോ, ഇഞ്ചക്ഷൻ കറക്റ്റ് സമയത്ത് എടുക്കാൻ പറ്റാഞ്ഞിട്ട് അങ്ങനെ കുഞ്ഞിലെ ഒരു 9 വയസ്സുള്ളപ്പോഴാണ് ആൾക്ക് വന്നത്. ആൾക്ക് മരിച്ചുപോയി. ആണല്ലേ? അപ്പൊ ഞാൻ കാണുമ്പോഴൊക്കെ ആൾക്ക് ഒരു കാലിന് ചലനശേഷി ഇല്ല, പിന്നെ മറ്റേ കാലിനേലും ഈ കാല് ശോഷിച്ചിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ കാണുമ്പോ. പിന്നെ മറ്റേ വാക്കറിലാണ് എന്റെ അങ്കിളും ആന്റിക്കും ഉണ്ട്. മമ്മിയുടെ ഒരു ബ്രദറും ഒരു സിസ്റ്ററും 2 പേർക്കും വന്നിട്ടുണ്ട്. ബ്രദറിന്റെ കാലിന്റെ പാദം തിരിഞ്ഞിട്ടായിരിക്കുന്നത്, ഒരു കാലിങ്ങനെ ജസ്റ്റ് തിരിഞ്ഞിട്ടിരിക്കുന്നത്. ആന്റിക്ക് ഒരു കാല് എന്താ പറയാ ബലം കുറവ്. അപ്പൊ ഇപ്പൊ വയസ്സായി, ഇപ്പൊ ഒരു 50ന്റെ അടുത്തായിക്കൊണ്ടിരിക്കണു. അപ്പൊ അത് കാരണം ഇപ്പൊ വെയിറ്റ് വെച്ച കാരണം ഇപ്പൊ നല്ല ബുദ്ധിമുട്ടാണ് നടക്കാൻ. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ആന്റി നടക്കും. അങ്കിള് സ്റ്റിക്കൊന്നും വേണ്ട, ആ കാല് വെച്ചിട്ട് തന്നെ യൂസ്ഡ് ആണ്. പാദം മാത്രമാണ് തിരിഞ്ഞിരിക്കുന്നത്. അപ്പൊ ആള് അത് വെച്ചിട്ട് ഇങ്ങനെ സൈഡാണ്, പാദത്തിന്റെ സൈഡ് കുത്തിയിട്ടാണ് നടക്കുക. അവർക്ക് 2 പേർക്കും പനി വന്നതാണ്. 4-5 വയസ്സുള്ള സമയത്ത് പനി വന്നതാണ്. അങ്ങനെ മാത്രം അറിയുള്ളൂ, ബാക്കി സിംറ്റംസ് കാര്യങ്ങളൊന്നും അറിയില്ല. എങ്ങനെയാണ് വന്നത് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവര്? എന്താണ് കാരണം, റീസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അങ്ങനെ പോളിയോ ബാധിച്ചതാന്ന് പറഞ്ഞിട്ടുണ്ട്, വേറെ എന്താന്ന് എനിക്ക് അറിയില്ല. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? പറഞ്ഞോളൂ ഐശ്വര്യ. എന്റെ ഒരു അപ്പച്ചിക്ക് എങ്ങനെയുണ്ട് മാഡം? ഹലോ മാഡം. എന്തായിട്ടാണ്, എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത്? അത് കാലിന്റെ പത്തി വളഞ്ഞു വരും. പത്തി ഭാഗം ഇങ്ങനെ വളരെ ശോഷിച്ചു വന്നിട്ട് ഒരു സൈഡ് മാത്രമായിട്ട് ഇങ്ങനെ ചെരിഞ്ഞിരിക്കും. ഒരു കാലിനേ ഉള്ളൂ. ഒരു 4.5 വയസ്സായപ്പോ ഒരു പനി വന്നതാണ്. അപ്പൊ പറഞ്ഞു പോളിയോ എടുക്കാത്തത് മൂലം ഉണ്ടായതാന്ന് പറഞ്ഞു. പോളിയോ വാക്സിന്റെ ഇതുകൊണ്ട് ഉണ്ടായതാണ്. അപ്പൊ ആള് നല്ലതായിട്ട് ക്ഷീണിച്ചിട്ടായിരിക്കുന്നത്. ഇപ്പം മറ്റേ കാലും അതുപോലെ തന്നെ ഒരു നമ്മുടെ ഒരു കാലിന്റെ എല്ല് നിൽക്കുന്നതിന്റെ അത്ര ഇതേ ഉള്ളൂ. അകത്തെ ജസ്റ്റ് നമ്മുടെ സ്കിന്ന് ആയിട്ടേ ഉള്ളൂ. അതുപോലെ ക്ഷീണിച്ചിരിക്കുന്നത്. ബോഡിക്ക് കുഴപ്പമില്ല, പക്ഷെ കാല് വന്നിട്ട് ഇങ്ങനെ വളഞ്ഞ്, ഒരു കാല് മാത്രം വളഞ്ഞു വന്നിട്ട് ഒരു സൈഡിലോട്ട് ചേരും. എന്നിട്ട് പുള്ളിക്കാരി കൈ കുത്തിയ നടക്കുന്നത്.
കൈകുത്തിയാണ് അതുപോലെ ആ പനി വന്നതാണെന്നാണ് പറയുന്നത് അല്ലേ? ഒരു ചെറിയ പനി പോലെ വന്നതാണ്. പിറ്റേ ദിവസം തൊട്ട് ഇങ്ങനെ തളർന്ന് കിടപ്പായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കാലിന് ഇങ്ങനെ പയ്യെ പയ്യെ നടക്കുമായിരുന്നു. കുഞ്ഞിലെ നന്നായിട്ട് നടക്കുമായിരുന്നു, ഓടിയൊക്കെ കളിച്ചോണ്ടിരുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ പയ്യെ പയ്യെ ഒരു കാലിന് ഇങ്ങനെ വളവ് വന്ന് 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 ഇപ്പൊ ആ കാലൊട്ടും ഇതായിട്ടില്ല, കുത്താൻ പറ്റത്തില്ല. ഓ ഓ ഓക്കെ. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? ഹലോ മാം, ആ മാം. എന്റെ ഒരു കസിൻ ബ്രദർ ഉണ്ട്. പറഞ്ഞോ നസീമ, പറഞ്ഞോളൂ. എന്റെ ഒരു കസിൻ ബ്രദർ ഉണ്ട്. ഇതേപോലെ തന്നെയാണ്. ഞാന് കാണുന്ന സമയത്ത് അയക്കടെ കാല് ഇങ്ങനെ നൈസായിട്ട് അങ്ങനെയായിരുന്നു, സേഡ് ചെരിഞ്ഞിട്ടായിരുന്നു. ഒരു കാല് മാത്രമേ ഉള്ളൂ, മറ്റേ കാല് കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് പോളിയോ ബാധിച്ചതാണ്, ചെറുപ്പത്തിൽ ഒരു 7 വയസ്സുള്ള സമയത്ത് ബാധിച്ചുള്ളതാണെന്ന് പറഞ്ഞു. അത് എന്നിട്ട് ആ സമയത്ത് തന്നെ കുറെ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തിയിരുന്നു. കാലിന് ചെരുപ്പ്, ഒരു കമ്പിയൊക്കെ ഉള്ള ചെരുപ്പൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചെറുതാവുമ്പോ. പക്ഷെ കുറെ ചികിത്സിച്ചെങ്കിലും അത് മാറിയൊന്നുമില്ല. പക്ഷെ ഇപ്പൊ ആള് നല്ല നടക്കുന്ന വെച്ചാ ആ കാല് ഇങ്ങനെ വളച്ച് വെച്ചിട്ട് തന്നെ നടക്കും. ആദ്യമൊക്കെ വടി വെച്ചിരുന്നു, ഇപ്പൊ പിന്നെ വടി വെക്കാണ്ട് കൈ കുത്തിയിട്ട് കാലുമ്മ കുത്തിയിട്ടാണ് നടക്കുന്നത്. ആളിപ്പോ എന്റെ മൂത്തക്കായാണത്, മൂത്തമ്മയുടെ മോനാണത്. ആളിപ്പോ നല്ല പൊസിഷനിലാണ്, ജോലിയൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഗൾഫിലാണ് ആള്. ഇതും റീസൺ എന്താ പോളിയോ ബാധിച്ചതാന്നാ പറഞ്ഞുള്ളത്. അന്നൊന്നും എന്താ പോളിയോ ബാധിച്ചതെന്ന് അറിയില്ലല്ലോ. അപ്പൊ കൂടുതലൊന്നും അതിനെ കുറിച്ച് പിന്നെ അറിയില്ല പോളിയോ. അപ്പൊ പിന്നെ പോളിയോ കൊടുക്കുമ്പോ നമ്മൾ വിചാരിച്ചിരുന്നത് പോളിയോ കുടിച്ചിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കൂലേ, അങ്ങനെ കൊടുത്തിട്ട് വന്നുള്ളതെന്നാണ് ഞങ്ങളൊക്കെ ആദ്യം കരുതിയിരുന്നത്. എന്താന്ന് അറിയണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അറിഞ്ഞു വന്നപ്പോഴാണ് അതല്ല എന്നുള്ളത് മനസ്സിലാവുന്നത്. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? ആ മാം, പറയട്ടെ. മാം, എൻ്റെ ഹസ്ബൻഡ് വീടിൻ്റെ അടുത്ത് ഒരു ചേട്ടനുണ്ട്. അപ്പോൾ ആ ചേട്ടന് ഒരു 5 വയസ്സ് വരെ ആ ചേട്ടൻ നടന്നിരുന്നു, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു 50 വയസ്സിൻ്റെ അടുത്ത് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല കഴിവൊക്കെ ഉള്ള ആളാണ്, ഭയങ്കര ആക്ടിവിറ്റീസ്, നാടൻപാട്ടിൻ്റെ കലാകാരനൊക്കെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്, സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. അപ്പോൾ ആ ചേട്ടന് ചെറുപ്പത്തിൽ പോളിയോ തുള്ളിമരുന്ന് കൊടുത്തപ്പോൾ അതിൻ്റെ ഡോസ് കൂടിപ്പോയി എന്ന് പറയണേ. അന്ന് വൈകിട്ട് നന്നായി പനിച്ചു എന്ന്. പിന്നെ അതിന് ശേഷമാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പനി വന്നു തുടങ്ങി. ഇങ്ങനെ പിന്നെ നടക്കാൻ ഒരു കാലിന് ബുദ്ധിമുട്ടായി തുടങ്ങി. പിന്നെ 2 കാലിനും സ്വാധീനം കുറഞ്ഞു വന്നു. പിന്നെ നടക്കാൻ തീരെ പറ്റുന്നില്ല. ഇപ്പോൾ ഒക്കെ വീൽ ചെയറിൽ തന്നെ, പിന്നെ 4 ചക്രമുള്ള ആ വണ്ടിയിലൊക്കെ ആൾ പോവുക. എല്ലാ കാര്യങ്ങളും ആളുടെ കാര്യങ്ങളൊക്കെ ആൾ തന്നെ ചെയ്യും. കല്യാണം കഴിഞ്ഞ് 2 മക്കളൊക്കെ ഉണ്ട്. പക്ഷെ നല്ല വണ്ണുണ്ട് ആള്, നടക്കാൻ പറ്റില്ല, 2 കാലും ഫുൾ സ്വാധീനം പോയി. അപ്പോൾ ചെറുപ്പത്തിലേ ഇങ്ങനെ അവര് പറയണത് അങ്ങനെയാണ്. അവര് ഫാമിലിയോട് ചോദിച്ചപ്പോൾ അങ്ങനെ 5 വയസ്സ് വരെ നന്നായി നടന്നോളന്ന്, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. മരുന്ന് കൊടുത്തിട്ട് ഡോസ് കൂടി പോയി എന്നാണ് അവർ പറയണത്. പോളിയാണ് അങ്ങനെ പറയണ കേൾക്കണു, മരുന്ന് കൊടുത്തതിന്റെ ഡോസ് കൂടി പോയിട്ടാണ് വന്നേന്നൊക്കെ. നമുക്കറിയില്ല കൂടുതൽ കാര്യങ്ങൾ, കണ്ടിട്ടുണ്ട് അങ്ങനെ. പോളിയോ അങ്ങനെ കൂടുതലായിട്ട് കൊടുത്താൽ അങ്ങനെ ഉണ്ടാവുമോ? ആർക്കെങ്കിലും അറിയാമോ അത്? അറിയില്ല മാം, അങ്ങനെയാണ് അവര് പറയണ കേട്ടിട്ടുള്ളതേ. എനിക്കറിയില്ല അതിനെ കുറിച്ച്. മേം ഞങ്ങളെ വീടിന്റെ അടുത്തുണ്ട്, വീടിന്റെ അടുത്തുണ്ട് അതേപോലെ. ആണോ? പോളിയോ വെച്ചിട്ട് തന്നെയാണ് 2 കാലും തടിയില്ലാതെ സ്കെൽറ്റായിട്ട് ചെറുതായിക്കാണ് ഇപ്പോ. പക്ഷെ നടക്കാൻ കഴിയില്ല, ഈ വടി വെച്ചിട്ടാണ് അയാൾ നടക്കുക. പിന്നെ വണ്ടി 4 ചക്രത്തിലാണ് പോകും. എല്ലാ കാര്യം ചെയ്യും, നല്ല ബുദ്ധിയുള്ള ആൾ തന്നെയാണ്. കല്യാണം കഴിഞ്ഞു 3-4 കുട്ടികളൊക്കെ ഉണ്ട്. കാല് 2ഉം ആവതില്ലാന്ന് മാത്രം. പോളിയോ വെച്ചിട്ട് തന്നെയാണ് ഞങ്ങളെ വീടിന്റെ അടുത്ത് തന്നെ അമ്മയും അച്ഛനും പറയാ, പോളിയോ വെക്കരുതേ എന്ന് പറയാം എല്ലാരോടും. അവരെ കുട്ടികൾക്ക് വേറെ ആർക്കും വെച്ചിട്ടില്ല പോളിയോ, ഇയാളിങ്ങനെ ആയതുകൊണ്ട്. ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇതാണ് പറഞ്ഞോ. എന്റെ പപ്പായുടെ അനിയന്റെ മകനും ഇതുപോലെ തന്നെ ആയിരുന്നു. ഒരു 5 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് പനി വന്നു.
അങ്ങനെ വലത് കാലിന്റെ മുട്ടിന് താഴോട്ട് ഇങ്ങനെ ശോഷിച്ചിട്ട് പിന്നെ പാദം ഇങ്ങനെ മറിഞ്ഞിരിക്കുക. ആള് പക്ഷെ വടിയെടുത്ത് നന്നായിട്ട് നടക്കും, കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് തന്നെ ചെയ്യും. പിന്നെ ഈ ഇവർക്കുള്ള 2 വീലർ ഉണ്ടായിരുന്നു. അപ്പൊ അതിലിങ്ങനെ പോകുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് പറ്റി. പിന്നെ അതിനുശേഷം ആളിന് പുറത്തോട്ടൊന്നും അങ്ങനെ പോകാൻ പറ്റത്തില്ല. പക്ഷെ വീട്ടില് സ്വന്തം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഞാനും കേട്ടിട്ടുള്ളത് 5ാം പനി വന്നതാന്നൊക്കെ ഞങ്ങളുടെ പപ്പയുടെ അമ്മയൊക്കെ പറഞ്ഞ, അമ്മൂമ്മയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ള. 5ാം പനി വന്ന ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഈ കാര്യങ്ങൾ പലരോടും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവര് പറയുന്നത് 5ാം പനി വന്നു, 5 വയസ്സ് വരെ കുഴപ്പമൊന്നും ഇല്ലാതെ ഓടി നടന്നതാണ്. പക്ഷെ അന്നേരം പറയുന്നത് കൊണ്ടുപോയി കാണിച്ച ഡോക്ടറുടെ അവിടെ ചികിത്സയൊന്നും ശരിയായില്ല, അതുകൊണ്ട് ആ കൊച്ചിന്റെ കാല് തളർന്നു പോയെന്നൊക്കെ ഇവര് ധരിച്ചത്. പക്ഷെ പിന്നെ കുറെ എഡ്യൂക്കേഷനിൽ ഇങ്ങനെ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി വന്നപ്പം മനസ്സിലായി അതല്ല, ഇത് പോളിയോ വാക്സിന്റെ കുറവ് മൂലം ഉണ്ടായ അങ്ങനെ തന്നെ വന്നതാണെന്നുള്ളത് ഇപ്പൊ നമുക്ക് മനസ്സിലായി. ഇപ്പോഴും പക്ഷെ സ്വന്തം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ വടിയിടിച്ച് ആരും നമ്മൾ തൊടുന്നു അങ്ങനെ നടന്നു വരുമ്പോൾ കാണുമ്പോൾ ആൾക്കാർക്കൊരു സഹതാപം തോന്നി ആളിന്റെ കൈ പിടിക്കുന്നൊന്നും ഇഷ്ടമല്ല. അതൊക്കെ സ്വന്തമായിട്ട് തന്നെ ചെയ്യണം. അതൊന്നും വിട്ടുകൊടുക്കത്തില്ല ആള്. ഇപ്പൊ എവിടെയെങ്കിലും യാത്ര അത് അത്യാവശ്യം ചെയ്താലും ആരുടെയും സഹതാപമൊന്നും ഇഷ്ടമല്ല. പക്ഷെ എല്ലാ കാര്യങ്ങളും അവനവന്റെ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. ഇപ്പൊ ഒരു 52 വയസ്സ് മറ്റോ വരും ആളിന്. പക്ഷെ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് കടയിട്ടിട്ട് അവിടെ അതിന്റെ ഒരു ബിസിനസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അത് ഇങ്ങനെ വന്നതായിട്ടാണെന്നാണ് ഞാനിങ്ങനെ അമ്മാമ്മയും പിന്നെ ഞങ്ങളുടെ അമ്മയുടെ അടുത്തൊക്കെ ചോദിച്ചപ്പം ഈ 5ാം പനി എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി വേറെ ആർക്കെങ്കിലും അറിയാനുണ്ടോ? പറഞ്ഞോളൂ ഐശ്വര്യ. മാം, ഇതുവരെ കാലിന് ശേഷിയില്ലാത്ത പ്രശ്നങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഏട്ടൻ ഇപ്പൊ ഒരു 40 വയസ്സായി. ആള് ഫുള്ളി പാരലൈസ്ഡ് ആയിട്ട് ആദ്യം മുതലേ കിടപ്പാണ്. ഇതുപോലെ 5 വയസ്സിന് മുൻപ് സംഭവിച്ചതാണ് പനി വന്നിട്ട്. പക്ഷെ ആൾ എണീറ്റ് നടന്നിട്ടില്ല അതിനുശേഷം. അപ്പൊ ഈ എണീറ്റ് നടക്കലില്ലാത്തതുകൊണ്ട് ഗ്രാജുവലി ഭക്ഷണം കഴിക്കുന്നത് കുറയുന്നു. അപ്പോൾ അങ്ങനെ പല പല അവയവങ്ങളെ അത് ബാധിക്കുന്നു. ആളിങ്ങനെ നിരന്തരമായിട്ട് സർജറീസും ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ ആള് ഫുള്ളി കിടപ്പിലാണ്. എല്ലാം ഒരാള് ചെയ്തു കൊടുക്കേണ്ട ഒരവസ്ഥയിലാണ്. ഇനി മാം ഞാൻ പറയട്ടെ മാം. സമീന പറഞ്ഞു. എന്റെ ഹസ്ബൻഡിന്റെ എന്റെ ഹസ്ബൻഡിന്റെ ഉമ്മയുടെ അനിയത്തിയുടെ ഹസ്ബൻഡിന് അത് ആ അങ്കിളിന് ഇങ്ങനെ പോളിയോട് ഇങ്ങനെ കാല് നേർത്തിട്ട് ഇങ്ങനെ കാലിന്റെ പാദമില്ല, അതിങ്ങനെ മടങ്ങിയായിരിക്കണത്. അത് പോളിയോ എടുക്കാത്തതുകൊണ്ടാണെന്നാണ് അങ്ങനെ പറഞ്ഞ് കേട്ടേക്കുന്നത്. അതുകൂടാതെ തന്നെ അവർക്ക് ആ അങ്കിളിന്റെ കല്യാണം 4 ആൺമക്കളുണ്ടായാലും മൂത്ത മോനിക്കും ഇതേപോലെ തന്നെ കാലിങ്ങനെ ഈ പോളിയോടെ എടുക്കാത്തോണ്ട് അവർക്ക് അറിഞ്ഞൂടായിരുന്നു തോന്നുന്നു. ഇതിനൊന്നും പോളിയോ എടുത്തിട്ടുണ്ടായില്ല. അതിന്റെ പിന്നെ 5ാം പനി വന്നെന്നാ പറയണത് ഈ കൊച്ചിന്. ഈ വാപ്പാക്കും ഈ മോനിക്കും ഇതുപോലെ തന്നെ കാല് ഈ പോളിയോടെ പോലെ നേരത്തെ കാലും മടങ്ങിയാണ് ഇരിക്കുന്നത്. അവർക്ക് രണ്ടുപേർ പക്ഷെ ഇപ്പൊ നല്ല പൊസിഷനിൽ അവർക്ക് ഗവൺമെന്റ് ജോലിയൊക്കെ കിട്ടിയാണെന്ന് ഇതായിട്ട്. പക്ഷെ അവരുടെ മക്കൾക്ക് മോൻ കല്യാണം കഴിച്ചാൽ അതിന്റെ പിള്ളേർക്കൊന്നും അങ്ങനത്തെ വിഷയങ്ങളൊന്നും. ഇപ്പൊ അതിന്റെ ബോധവൽക്കരണമൊക്കെ വന്നപ്പോ അതൊക്കെ ഇതായിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ഈ പോളിയോടെ തന്നെ എടുക്കാത്തത് കൊണ്ടാണെന്നാണ് ഇവർ പറയുന്നത്. പോളിയോ എടുക്കാത്ത ഒരു കാര്യം പറയാം. പോളിയോ എടുക്കായിട്ടും പ്രശ്നം വരുന്നുണ്ട്, പോളിയോ എടുത്തിട്ടും പ്രശ്നം വരുന്നുണ്ട്. എടുത്തിട്ട് പോളിയോ എടുക്കാതിരുന്നാൽ നമുക്കൊരു അസുഖം ജലദോഷം സാധാ ഒരു ജലദോഷവും പനിയും വരികയാണെങ്കിൽ കുറേ സമയം എടുക്കും അത് മാറിക്കിട്ടാന്. ചുമ വന്നാൽ പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ടാണ് മാറുന്നത്. അത് പോളിയോ എടുത്ത ആൾക്കാർക്കാണെങ്കിൽ അത്ര സമയം വേണ്ട, അതിന്റെ മുന്നേ മാറി. എന്റെ ഇളയച്ചനും ഭാര്യയ്ക്ക് അങ്ങനെ അവര് ഒരു സൂചി വെച്ചിട്ടില്ലായിരുന്നു. BCG മാത്രം ഹോസ്പിറ്റലിൽ നിന്ന് പ്രസവിച്ചു വന്നപ്പോ വെച്ച്, വേറെ ഒരു സൂചി വെച്ചിട്ടില്ല. അപ്പൊ ഓൾക്ക് ഒരു ജലദോഷം പനിയും വന്നാല് മാസങ്ങളോളം എടുക്കുകയാണ് ആ ചുമയും ആ ജലദോഷം ഒക്കെ വിട്ടുപോയി കിട്ടാന്. മരുന്ന് കുടിച്ച് സാവധാനം മാറി കിട്ടും. ഞമ്മക്കൊക്കെ ഒന്ന് വന്നാലൊരു ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിന്റെ ഉള്ളിൽ എന്തായാലും മാറും. നമുക്ക് സൂചിയൊക്കെ വെച്ചുകൊള്ളു. അപ്പൊ അത് എടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമുണ്ട്. എടുത്താല് ചില 100-ൽ 1-ഓ 2-ഓ ആൾക്കാർക്ക് പ്രശ്നം വരുന്നുള്ളൂ. പോളിയോ എടുത്ത ആൾക്കാർക്ക്. എല്ലാവർക്കും ഒന്നും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഉണ്ട്. അത് വിചാരിച്ച് നമ്മളെ മക്കൾക്കൊന്നും എടുക്കാൻ എല്ലാ മക്കൾക്കും നമ്മൾ എടുക്കുന്നുണ്ടല്ലോ. അത് എടുത്തിട്ടില്ലെങ്കിലും പേടിയാണ്. വലിയ വലിയ അസുഖങ്ങൾ വരും, അതും പേടിയല്ലേ.
അത് പേടിയാണ്, ശരിയാണ്. രണ്ടും അങ്ങനെയുള്ള കാര്യം മുമ്പെന്നൊക്കെ പറഞ്ഞാൽ കൂടുതലായിരുന്നു എന്റെ ടെൻഡൻസി. പണ്ടത്തെ ആളുകളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നതെന്ന് തോന്നുന്നു. അല്ല ഇപ്പോഴങ്ങനെ ഇല്ല അല്ലേ? അങ്ങനെയല്ലേ ശരിക്കും? പണ്ടത്തെ ആളുകളിലാണ് ഇല്ല, ഇപ്പൊ അങ്ങനെ ഇല്ല. ഇല്ല. മുമ്പത്തെ ആളുകൾക്ക് കുറിച്ച് അവയർനെസിന്റെ ഒക്കെ കുറവുണ്ടായിരുന്നല്ലോ. ഇപ്പോഴത്തെ പോലെ ഒന്നും അല്ലല്ലോ. പറഞ്ഞാല് 4ഉം 5ഉം മക്കളൊക്കെ ഉള്ള കുടുംബങ്ങളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. ചിലപ്പോ ഇതൊന്നും ശ്രദ്ധിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഇപ്പോഴല്ലേ ന്യൂക്ലിയർ ഫാമിലി ആയിരിക്കുന്നത്. മുമ്പ് അങ്ങനെ അല്ലായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ മക്കളെയൊക്കെ ശ്രദ്ധിക്കാനൊന്നും പറ്റുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള അവയർനെസ് പ്രോഗ്രാം കുട്ടികളെ നോക്കാൻ ജോലി ചെയ്യാൻ സമയം ഉണ്ടാവുള്ളൂ. ജോലി ചെയ്തുകൊണ്ടല്ലേ. അങ്ങനെ ഇപ്പൊ പിന്നെ 1 or 2 കുട്ടികൾ മാത്രല്ലേ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ അവരെ നല്ല ശരിക്കും നമ്മള് നോക്കും. മറ്റേത് 10 കുട്ടികൾ വരെ ഒക്കെ ഉണ്ടാവും. അപ്പൊ ആരും മൈൻഡ് ചെയ്യണില്ല എന്നല്ല, കൂടുതലായിട്ട് ശ്രദ്ധിക്കലില്ല. അപ്പൊ ചിലവര് അങ്ങനെ അസുഖം വന്ന് പിന്നെ നോക്കാറിട്ട് അങ്ങനെയായിട്ട് കുറെ കുട്ടികൾ അങ്ങനെ മരിച്ചുപോയി. ഒക്കെ ചികിത്സ കാണാറുണ്ട്. ഇപ്പൊ 5-6 കുട്ടികൾ ഉണ്ടായിരുന്നു. അതിനകത്ത് 5 പനി വന്ന് മരിച്ചു എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ ചിലതൊക്കെ കാണുമ്പോ. കാരണം അങ്ങനെയൊന്നും ശ്രദ്ധിക്കാറില്ല. കാരണം 5-6-7 പിള്ളേരൊക്കെ ഉണ്ടാവുമ്പോ എന്താണ് പല രോഗങ്ങളൊക്കെ വരും. അതിനെ കുറിച്ച് ശരിക്കും ഒരു അവയർനെസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പ്രോപ്പർ ആയിട്ടുള്ള വാക്സിൻസും കാര്യങ്ങളും കൊടുക്കാത്തത് മൂലമൊക്കെ എന്താണ് ധാരാളം കുട്ടികൾ മരിക്കുകയും അതുപോലെ തന്നെ ധാരാളം ആളുകൾക്ക് രോഗം വരികയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ട്. ഓക്കെ, നമ്മള് കുട്ടികളെ തന്നെ നമ്മള് നോക്കുമ്പോ ഉമ്മമാര് പറയും, അയ്യോ ഞാൻ നിങ്ങളെങ്ങനെ നോക്കിയിട്ട് തന്നെയല്ല, നിങ്ങളിങ്ങനെ നോക്കണ കണ്ടാല് എന്നൊക്കെ പറയും. ഉമ്മാരിങ്ങനെ പറഞ്ഞു തരും, ഞങ്ങൾ ഇത്തിരി ശ്രദ്ധിച്ചിട്ട് തന്നെയല്ലേ ഞങ്ങൾ വെച്ച് തന്നെ അങ്ങനെ കഴിക്കായിരുന്നു. നിങ്ങൾ പിന്നാലെ നടന്ന് എത്ര നേരമായി ചോറിയിട്ടൊക്കെ നടക്കുമെന്ന് ചോദിക്കും എന്റെ അമ്മയോട് മക്കൾക്ക് കൊടുക്കുമ്പോ. നമ്മക്ക് അത് ശ്രദ്ധിക്കാൻ മാത്രം നേരം. അവർക്ക് ഇത് കഴിഞ്ഞിട്ട് വേണ്ടേലും വേറെ ജോലിക്ക് പോവാന്. അങ്ങനത്തെ അമ്മമാരൊക്കെ അല്ലേ, അങ്ങനെ പറയും. മിസ്സേ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ 2 പേർക്ക് ഇത് വന്നൂന്ന്. ഈ അമ്മമ്മയുടെ 6 മക്കളായിരുന്നു. അതിലെ ഒരു മോൾക്ക് 3 വയസ്സായപ്പോ ഇതേ സെയിം പനി വന്നിട്ട് ആ മോള് മരിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഈ എല്ലാവർക്കും എല്ലാ മക്കൾക്കും പനി വന്നു. ആ ഒരു വാക്സിന്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ്, പോളിയോ എടുക്കാത്തതിന്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ്. ആ മോള് മരിച്ചു. പിന്നെ ഈ ഒരു ആന്റിക്കും ഒരു അങ്കിളിനും ഈ കാലിന് ഇങ്ങനെ പ്രശ്നമായി. പിന്നെ വേറൊരു അങ്കിളിന് 18 വയസ്സായിട്ടാണ് പനി വന്നത്. ആ ആളും മരിച്ചു. അങ്ങനെ 6 മക്കളാണ്. അതിൽ 4 മക്കൾക്കും ഇത് എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊരു നഷ്ടമാണല്ലോ അവരുടെ ഒരു അങ്കിള് 18 വയസ്സായിട്ടാ മരിച്ചത്. 18 വയസ്സായിട്ട്. ആ അമ്മാമ്മ ഇന്നുണ്ട്. അമ്മാമ്മയുടെ ഇന്ന് 100ാം പിറന്നാളാണ്. അതാണ് ഞാൻ ഇത്ര കാര്യമായിട്ട് ഓർത്ത് പറഞ്ഞത്. എല്ലാ മക്കളുടെ കാര്യങ്ങളും ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇന്ന് അമ്മാമ്മയ്ക്ക് 100ാം പിറന്നാളാണ്. അമ്മാമ്മ ഇപ്പോഴും ഉണ്ട്. അമ്മാമ്മയ്ക്ക് ബർത്ത്ഡേ വിഷസ് പറഞ്ഞോളൂ. താങ്ക് യു. പറയാമോ? ഓക്കെ. അപ്പോ പോളിയോ മൈലൈറ്റിസ്, പോളിയോ അസുഖം പിള്ളവാതം എന്നാണ് അറിയപ്പെടുക കേട്ടോ. അപ്പൊ ആളുകൾ പറഞ്ഞിരുന്നത് പിള്ളവാതം പിടിവിട്ട് മരിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. അല്ലെങ്കിൽ പിള്ളവാതം പിടിവിട്ടിട്ടാണ് ഇങ്ങനെ വന്നതെന്നൊക്കെയാ പറഞ്ഞത്. പണ്ടത്തെ, അതായത് കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിലെ തുടങ്ങി ബാധിക്കുന്ന ഒരു അസുഖമായതുകൊണ്ടാണ് ഇതിനെ പിള്ളവാതം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ചികിത്സയില്ല. വന്നു കഴിഞ്ഞാല് രോഗം എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഭേദമാക്കാനായിട്ട് സാധിക്കില്ല. വരാതിരിക്കാൻ നമുക്ക് നോക്കാം. പക്ഷെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പാരലൈസ്ഡ് ആവും അല്ലെ. എന്തെങ്കിലും ഒരു ഭാഗം നമുക്ക് എന്താണ് ചലിപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടാവും. അപ്പൊ നമുക്ക് അതിന് ചികിത്സ ഒന്നും തന്നെ ഇല്ല. മരണം വരെ ആളെന്ത് ചെയ്യണം, അങ്ങനെ തന്നെ നടക്കണം. അപ്പൊ കാലിനോ അല്ലെങ്കിൽ കൈക്കോ ചിലപ്പോ ആ ചലനശേഷിയെ തന്നെ ബാധിച്ചേക്കാം. അപ്പൊ ചികിത്സയില്ലെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നാഡീവ്യൂഹത്തെയാണ് ബാധിക്കുന്നത്. നമ്മുടെ നെർവസ് സിസ്റ്റം ഉണ്ടല്ലോ, അതിനെയാണ് ബാധിക്കുന്നത് ഈ പോളിയോ എന്ന് പറയുന്ന രോഗം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചലനശേഷിയെ ഇത് അഫക്ട് ചെയ്യുന്നത്. നാഡീവ്യൂഹത്തെ, നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്നതുകൊണ്ടാണ് കൈയോ കാലോ എന്ത് ചെയ്യാൻ പറ്റാതെ ചലിപ്പിക്കാൻ സാധിക്കാതെ വരുന്നത്. അത് ഓർത്തിരിക്കുക. പിന്നെന്താണ്, ചിലപ്പോ ഹൃദയത്തെയും എന്ത് ചെയ്യാൻ ബാധിക്കാം. അങ്ങനെ ബാധിക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, മരണം ഉണ്ടാവുന്നത്. ഓക്കെ, മരിച്ചു പോകുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പൊ
ഒരു കാലിന്റെ ഒരു ഏതെങ്കിലും ഒരു സൈഡോ അല്ലെങ്കിൽ കൈയുടെ ഏതെങ്കിലും ഒക്കെ സൈഡ് ചലിക്കാൻ പറ്റാതെയാണ് വരിക. എന്നാല് ഇതൊരു എന്താ പറയാ തീവ്രമാകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യും, ആള് മരണപ്പെടുക ചെയ്യും. ഓക്കെ. പിന്നെ നമുക്ക് എന്താണ് അറിയാല്ലേ, നമുക്ക് പോളിയോ എപ്പോഴാണ് 5 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് പോളിയോ നമുക്ക് കൊടുക്കുന്നത്. എത്ര ടൈമിൽ കൊടുക്കുന്നുണ്ട്? എത്ര ടൈമിൽ കൊടുക്കുന്നുണ്ട്? പിന്നീട് പോളിയോ തുള്ളിമരുന്ന് എത്ര ടൈമിൽ കൊടുക്കുന്നുണ്ട്? പോളിയോ 7 അല്ലേ മാസത്തില് ഓരോ മാസത്തിൽ കൊടുക്കും. പിന്നെ 1.25 ഒന്ന് കൊടുക്കും. പിന്നെ 1.5 പിന്നെ 4.5 വയസ്സില്, പിന്നെ 10-ാം വയസ്സില്, പിന്നെ 15-ാം വയസ്സില് 5 വയസ്സ് കൊടുക്കുന്നുണ്ട്. 5 വയസ്സ് വരെയല്ലേ പോളിയോ 10 വയസ്സില് കൊടുക്കും. 10 വയസ്സിൽ 10 വയസ്സിലില്ല, 5 വയസ്സ് 10 വരെയുള്ളൂ. വയസ്സ് 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കല്ലേ കൊടുക്കുന്നേ? 5 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കുള്ളൂ. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് എന്ത് കൊടുക്കുന്നത്? പോളിയോ കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ. ടീച്ചറെ ഹലോ, സൂചി 10-ാം സൂചി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്കൂളിൽ നിന്ന് വെക്കുന്നുണ്ടല്ലോ, വെക്കണം എന്ന് പറഞ്ഞിട്ട് 10-ാം വയസ്സിലും 15-ാം ഇത് തുള്ളിമരുന്നാ. തുള്ളിമരുന്ന് കേട്ടോ, ഡ്രോപ്പ്. ഓക്കെ. തുള്ളിമരുന്ന് 4.5 വരെ, അത് ശരിയാണ്. സൂചി വെക്കണം. ഓക്കെ. അപ്പോ എന്താ പറയാ, ഈ ഡ്രോപ്പ് നമ്മൾ കൊടുക്കുമല്ലോ, ഡ്രോപ്പിൽ എന്താ ശരിക്കും പറഞ്ഞാൽ അവര് കൊടുക്കുന്ന ആ ഒരു വൈറ്റ് കളർ ഡ്രോപ്പ് ഉണ്ടല്ലോ, എന്താ അത് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും എന്താ കുഞ്ഞുങ്ങളുടെ നാവിൽ ഇറ്റി കൊടുക്കുന്നതെന്ന്? എന്താ കൊടുക്കുന്നേ കുഞ്ഞുങ്ങളുടെ നാവിലോട്ട്? വൈറ്റമിൻ സി. എന്താ വരുന്ന അത്? വൈറ്റമിൻ ആണോ? വൈറ്റമിൻ ആകുമ്പോ ഒരു പ്രത്യേകം പറയില്ലേ അത് വൈറ്റമിൻ ആണെന്ന്, ഇല്ലേ? പറയണ്ട, വൈറ്റമിൻ കൊടുക്കണ്ട, കണ്ണിന് കാഴ്ച ശക്തിക്കായിട്ട് എന്താ പോളിയോ? അപ്പോ പോളിയോ ഡ്രോപ്പ് കുഞ്ഞിന്റെ ഇതില് നമ്മൾ അന്വേഷിച്ചിട്ടില്ലല്ലേ? നമ്മൾ കൊണ്ടുവെക്കുന്ന കുഞ്ഞിനെ വായ പൊളിപ്പിക്കുന്നു, അവരൊഴിച്ചു കൊടുക്കുന്നു. എന്തൊരു സാധനമാണെന്ന് അന്വേഷിച്ചിട്ടില്ലല്ലോ ഇതുവരെ. ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ഇല്ല. പവർ ഇല്ലാത്ത വൈറസ് ആണ് വായിലോട്ട് കൊടുക്കുന്നത് കേട്ടോ. പവർ ഇല്ലാത്ത വൈറസ്. ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞ വാക്സിൻസ് എങ്ങനെ ഉണ്ടാക്കുന്നേ? അതായത് രോഗത്തിന് കാരണമായിട്ടുള്ള ആന്റി ടോക്സിൻസ് ഉണ്ട്, അതിൽ നിന്നാണ് എന്തുണ്ടാക്കുന്നത്? വാക്സിൻസ് ഉണ്ടാക്കുന്നത്. പക്ഷെ എന്തുണ്ടാവില്ല? പവർ ഉണ്ടാവില്ല. ഓക്കെ. പവർ ഇല്ലാത്ത വൈറസ് അല്ലെങ്കിൽ എന്താണ് ആ ഒരു വസ്തുക്കളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അകത്തോട്ടത് വാക്സിന്റെ രൂപത്തിലായാലും പോളിയോ ആയാലും എന്താണ് ഇങ്ങനെയാ ചെയ്യുന്നത്. ഓക്കെ. ഇത് നമ്മുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാക്കും? ആന്റിബോഡി ഉണ്ടാക്കും. അത് കേട്ടിട്ടുണ്ടോ നിങ്ങള്? കൊറോണക്ക് നമ്മൾ 2 വാക്സിൻസ് ആണ് നമുക്ക് എടുത്തത്. ഒന്ന് കോവാക്സിൻ ഉണ്ടായിരുന്നു, ചിലര് കോവാക്സിൻ എടുത്തു, ചിലര് കോവിഷീൽഡ് എടുത്തു അല്ലേ? എന്താ ആ കോവാക്സിനും കോവിഷീൽഡും എന്താ? ആന്റിബോഡീസ് അല്ലെ? അതായത് ആ ഒരു എങ്ങനെയാണ് ആ രോഗം ഉണ്ടാകുന്നത് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്, പക്ഷെ അതിന് പവർ ഇല്ല. ഓക്കെ. അതാണ് അതിന്റെ പ്രത്യേകത. ഈ സാധനം നമ്മുടെ ഉള്ളിലോട്ട് ചെല്ലുമ്പോ എന്താണ്? നമുക്ക് ആന്റിബോഡി നമ്മുടെ ഉള്ളില് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ. അതായത് എങ്ങാനും ഈ വിഷവസ്തു നമ്മുടെ ഉള്ളിൽ ചെന്നാല് അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെ? ഓക്കെ. അപ്പോ ഈ പോളിയോ കൊടുത്ത കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ ചില കുഞ്ഞുങ്ങൾക്കൊക്കെ വാക്സിൻ കൊടുത്തു കഴിയുമ്പോൾ എന്താണ് പനിയൊക്കെ ഉണ്ടാവാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വാക്സിൻ എടുക്കുമ്പോൾ ഉണ്ടാവാറുണ്ട്. ഒരു മെഡിസിന് ശരീരം പ്രതിരോധിക്കുന്നതാണ്. അത് പ്രതിരോധിക്കുന്നത്. അതായത് ആന്റിബോഡി അവിടെ ക്രിയേറ്റ് ചെയ്ത് ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുന്നത്. കാരണം എന്താ? എന്തെങ്കിലും ഒരു സാധനം ഇതിനെതിരായിട്ട്, അതായത് പുറത്തു നിന്നുള്ള ഒരു വൈറസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വൈറസ് ബാധ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാല് അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു സംഭവം ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ശക്തമായിട്ട് അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇങ്ങനെ വാക്സിൻ എടുത്ത കുട്ടികൾക്ക് പനി ഉണ്ടാവണം എന്നാ പറയുക. കാരണം എന്താ? പനി ഉണ്ടായാൽ എന്താണ്? അതൊരു സിംറ്റം ആണ്.
കാരണം അത് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ശരീരം അതിനെ പ്രതിരോധിക്കാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുങ്ങുന്നുണ്ട് എന്നതിന്റെ സിംറ്റം ആണ് നമുക്ക് പനി ഉണ്ടാകുക എന്നുള്ളത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ മാം. മനസ്സിലായല്ലേ എന്താണ് നമ്മുടെ വാങ്ങിലോട്ട് അല്ലെങ്കിൽ നമ്മൾക്ക് ഇഞ്ചക്ഷൻ ആയിട്ട് അവർ തരുന്നത്, ഇതെന്താണ് അകത്ത് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ശക്തമായിട്ട് ഉണ്ടായി എന്നതിന്റെ സിംറ്റം ആണ് നമുക്ക് എന്തുണ്ടാവുന്നത്, പനി ഉണ്ടാകുന്നത്. അപ്പോ കുഞ്ഞുങ്ങൾക്ക് ചിലവർക്ക് ഭയങ്കര പേടിയാ പനിയൊക്കെ വരുമ്പോ അല്ലെ, വാക്സിൻ എടുത്തതിന് ശേഷം. അപ്പൊ നമ്മളിപ്പോ ഹെൽത്ത് സിസ്റ്ററൊക്കെ വിളിച്ച് ചോദിക്കുമ്പോ അവര് പറയും പനി ഉണ്ടാവട്ടെ, അത് നല്ലതാണ്, പനിച്ചു പോട്ടെ എന്ന് പറയുന്നത് എന്താ, അവർക്കറിയാല്ലേ ഇങ്ങനെയുള്ള ഒരു ആന്റിബോഡി എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് അവർക്ക് പനി ഉണ്ടാകുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പൊ ഇനി കുഞ്ഞുങ്ങൾക്ക് പോളിയോ കൊടുക്കാൻ പോകുമ്പോ അല്ലെങ്കിൽ വാക്സിൻ ഒക്കെ എടുക്കാൻ പോകുമ്പോ ഒന്ന് ശ്രദ്ധിക്കട്ടെ അത്. ഓക്കെ. പിന്നെ കുട്ടികളില് അതായത് പോളിയോ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താ, പ്രത്യേകിച്ച് ചികിത്സ ഇല്ല അല്ലെ, നമുക്ക് ശരിക്കും സപ്പോർട്ടീവ് മാനേജ്മെന്റ് മാത്രമാണ് കൊടുക്കാൻ കഴിയുന്നത്. പോളിയോ വന്ന ആളുകൾക്ക് സപ്പോർട്ടീവ് മാനേജ്മെന്റ് മാത്രമാണ് കൊടുക്കാൻ പറ്റുന്നത്, വേറെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ പോഷകക്കുറവുള്ള കുട്ടികളിൽ രോഗം കണ്ടുവരാറുണ്ട്. വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ പോഷകക്കുറവ്, ന്യൂട്രീഷന്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ വരാറുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, ഈ 100% ഇവിടെ പറയുന്നത് ഗവൺമെന്റ് പറയുന്ന നയമാണ് 100% പോളിയോ വാക്സിൻ പ്രോപ്പർ ആയിട്ടുള്ള സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് എന്താ പറയാ ആകെ, അതായത് ഈ ലോകത്ത് നിന്ന് തന്നെ ഈ രോഗം തുടച്ചു മാറ്റാനായിട്ട് കഴിയുന്ന പറയുന്നത്. പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യണം, നമ്മള് കുഞ്ഞുങ്ങൾക്ക് അത് കൊടുക്കണം. അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മറ്റുള്ള രോഗങ്ങൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ്, ചികിത്സയുണ്ട്. പക്ഷെ ഈ ഒരു രോഗത്തിന് എന്താണ്, പോളിയോ എന്ന് പറയുന്ന രോഗത്തിന് വന്നു കഴിഞ്ഞാല് നമുക്കൊന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് മീസിൽസ് ആണ് കേട്ടോ. മീസിൽസ് ആരാ വായിക്കുമെന്ന്? ഞാൻ വായിക്കാം മാം. Measles. The baby is immunized against measles between the age of 9 and 12 months and a booster in the form of MMR vaccine at 15-18 months. Should there be an epidemic of measles in the area, or should a family member get measles before the baby has been immunized? The doctor usually immunizes the baby to protect it from catching it or keep the case from becoming a bad one if the baby before had it. എന്താ പറയുന്നത് മീസിൽസ്? എന്താ പറയുന്നത് മീസിൽസിനെ കുറിച്ചിട്ട്? ഇപ്പൊ ആരാ വായിച്ചേ? സ്മിതയാണ്. സ്മിതേ, ഒരു കുട്ടിയുടെ അതായത് കുഞ്ഞായിട്ടിരിക്കുന്ന സമയത്ത് നവജാത ശിശുവിന്റെ ഇമ്മ്യൂണൈസ്ഡ് എഗനിസ്റ്റ്, അതായത് ആ കുട്ടിയുടെ പ്രതിരോധ ശേഷിക്ക് എഗനിസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് 9 വയസ്സിനും 12 മാസത്തിനും ഇടയിൽ വെച്ചാണ് ഈ MMR വാക്സിൻ കൊടുക്കുന്നത്. അത് 15-18 മാസത്തിനകം നമ്മൾ കൊടുക്കണം MMR വാക്സിൻ. Should there be an epidemic of measles in the area? Should the family member get measles before the ഡോക്ടർമാർ സാധാരണ പറയുന്നത് നമ്മുടെ കുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യാൻ, സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാക്സിൻ കൊടുക്കേണ്ടത്. കുറച്ച് മനസ്സിലായത്. കുഴപ്പമില്ല, അത് ഞാൻ പറഞ്ഞോളാം കേട്ടോ. പിന്നെ വേറെ ആർക്കെങ്കിലും വായിച്ചിട്ട് എന്തെങ്കിലും മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യോ. മീസിൽസ് നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? മീസിൽസ് എന്താ?
മാം അഞ്ചാം പനിയല്ലേ? നമ്മള് മീസിൽസ് എന്ന് പറയും. പിന്നെ ഇതിന് റുബെല്ല എന്ന് പറയുന്നുണ്ടോ മാം? റുബെല്ല വേറെയാണ് മോളെ, റുബെല്ല വേറെ, അഞ്ചാം പനി വേറെ, റുബെല്ല വേറെ. എനിക്ക് വന്നിട്ടുണ്ട് മാം. എനിക്ക് ചെറുപ്പത്തിൽ വന്നിട്ടുണ്ട്. എത്ര വയസ്സിലാ? എനിക്കൊരു ഞാനൊരു 4ലോ 5ലോ പഠിക്കുമ്പോ, കറക്റ്റ് ഓർമ്മയില്ല, അപ്പോഴാണ് വന്നിക്കണേ. എനിക്ക് അനിയനും രണ്ടാൾക്കും എനിക്ക് ആദ്യം വന്ന് പിറ്റേ ദിവസം അനിയനും വന്നു. രണ്ടാൾക്ക് വന്നു. നിറയെ റെഡ് സ്പോട്ടുകളായിരുന്നു, ചെറിയ ചെറിയ കുത്തുകളായിട്ട്. ആദ്യം ഇങ്ങനെ വിരലുമ്മ വന്നു. അപ്പൊ ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം അമ്മയ്ക്ക് മേല് മൊത്തം പൊന്തി, പിന്നെ നല്ല പനി തുടങ്ങി, പിന്നെ ചെറുതായിട്ട് ചുമയും ഉണ്ടായിരുന്നു, നല്ല കോൾഡും ആയി. പിന്നെ അപ്പോ ഹോമിയോ ഡോക്ടറെ കാണിച്ചു. എന്നിട്ട് മല്ലി വെള്ളത്തിൽ കുളിക്കാൻ പറഞ്ഞു ദിവസം. ചിലര് പറയും കുളിക്കാൻ പാടില്ല എന്ന്, പക്ഷെ ഡോക്ടർ പറഞ്ഞു ദിവസം കുളിക്കണം, മല്ലി വെള്ളത്തിൽ കുളിക്കണം. അതുപോലെ മല്ലി വെള്ളം തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ജീരക വെള്ളം കുടിക്കാൻ പാടില്ല പറഞ്ഞു. ജീരകം കൂടും, ചൂടാണല്ലോ ജീരകം. അപ്പൊ മല്ലി ഒക്കെ തണുപ്പ് കിട്ടും. നമ്മുടെ ഓൾറെഡി ഇത് വരുമ്പോ നല്ല ചൂടാവൂലോ, ബോഡി ഭയങ്കര ഹീറ്റ് ആവൂലോ. അപ്പൊ എന്താ പറയാ, മല്ലിവെള്ളം ഇട്ട് വെള്ളം കുടിക്കും വേണം, കുളിക്കും വേണം എന്ന് പറഞ്ഞു. 2 നേരം കുളിക്കാൻ പറ്റിയ അത്രയും നല്ലത്. നമുക്ക് വയ്യ, എഴുന്നേറ്റ് കുളിക്കാൻ തന്നെ ഒന്നും പറ്റുന്ന അവസ്ഥയാവില്ല, പക്ഷെ മല്ലിവെള്ളത്തിൽ കുളിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞു ഡോക്ടർ. എഴുന്നേറ്റ് നടക്കാൻ തന്നെ പറ്റില്ല, അത്രയും പനിയായിരുന്നു. ഒരു 6-7 ദിവസം പിടിച്ചു പനി ഒന്ന് കുറയാൻ വേണ്ടിയിട്ട്. ഹോമിയോ മരുന്ന് മെയിനായിട്ട് ഇതിന് കാണിച്ച് ട്രീറ്റ്മെന്റ് മെയിനായിട്ട് ചെയ്യാ ഹോമിയോ മരുന്നാണ്. അപ്പൊ എനിക്കാണെങ്കിൽ ഹെൽത്ത് കുറവുള്ള കാരണം 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അത് മാറി 2 കൊല്ലം കഴിഞ്ഞപ്പോ വീണ്ടും ഇതുപോലെ തന്നെ ക്ലാസ്സിൽ ഏതൊരു കുട്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് മാറിയിട്ട് ആ കുട്ടി കുളിച്ച് കഴിഞ്ഞിട്ട് വന്നേ, പക്ഷെ ഹെൽത്ത് എന്തോ കുറവായ കാരണം എനിക്ക് വന്നു. സാധാരണ 5ാം പനി വന്നാൽ വീണ്ടും വരില്ല എന്ന് പറയാ, ചിക്കൻ ബോക്സ് ഒക്കെ വന്നാൽ വരില്ല എന്ന് പറയില്ലേ, അതുപോലെ. പക്ഷെ എനിക്ക് വീണ്ടും വന്നു. ഇപ്പൊ ഡോക്ടർക്ക് തന്നെ ഭയങ്കര അതിശയായി, എന്തുകൊണ്ട് എങ്ങനെ വന്നേ, ഹെൽത്ത് ഭയങ്കര വെയിറ്റ് കുറവായിരുന്നു ആ സമയത്ത്. പിന്നെ അവിടുന്ന് ശേഷം പിന്നെ ശരിയായി, പിന്നെ വന്നിട്ടൊന്നുമില്ല. അപ്പൊ എനിക്ക് 2 വട്ടം വന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, ചുട്ട പപ്പടും കഞ്ഞി മാത്രം, ഉപ്പിടാൻ പാടില്ല, വേറെ ഒന്നും കഴിക്കാൻ പാടില്ല, എരിവ് പുളി ഉപ്പ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഡോക്ടർ ആകെ കൂടി പറയുന്നത് ഇതാ. എനിക്കാണെങ്കിൽ കഞ്ഞി കുടിക്കാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പൊ ഞാൻ ചോറുണ്ണും, പക്ഷെ എനിക്ക് കഞ്ഞിവെള്ളം കുടിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. വെള്ളം എത്ര വേണേ കുടിക്കും, കഞ്ഞിയൊന്നും കുടിക്കാൻ ഇഷ്ടമില്ല, പക്ഷെ നിർബന്ധിച്ച് കഴിപ്പിക്കും. ചുട്ട പപ്പടും കഞ്ഞി മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരു 10 ദിവസം പിടിച്ചു ഒന്ന് മാറി, ഒന്ന് ഉഷാറായി വരാൻ. രണ്ടാൾക്കും വന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് കാരണം അമ്മയ്ക്ക്. എനിക്ക് വന്നു, പിറ്റേ ദിവസം അനിയനും വന്നു, 2 കുട്ടികളും കിടപ്പിലായിരുന്നു. അങ്ങനെ കുറച്ചു ദിവസം രണ്ടാൾക്കും അതെ 10 ദിവസം പിടിച്ചു മുഴുവൻ മാറി പോവാൻ. ഈ ആര്യവേപ്പിന്റെ ഇല മഞ്ഞളും കൂടിയിട്ട് കുളിച്ചാൽ നല്ലതെന്ന് പറയും. പിന്നെ തണുത്ത വെള്ളത്തിൽ കുളിക്കണം. പിന്നെ അതുപോലെ ഫ്രൂട്ട്സ് ധാരാളം കഴിക്കണം എന്ന് പറഞ്ഞാൽ, ഇവിടെ ചേട്ടത്തിക്ക് കൊച്ചിനും വന്നായിരുന്നു ചിക്കൻ ബോക്സ്. അപ്പൊ ശരിക്കും ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി വരും, അതിങ്ങനെ കളർ ചേഞ്ച് ചെയ്ത് ഇങ്ങനെ വരും. അപ്പൊ നമുക്ക് കാണാൻ പറ്റും അത്. പിന്നെ അവര് പുറത്തേക്ക് വേറെ ആരുമായിട്ട് അങ്ങനെ സമ്പർക്കമൊന്നും വേണ്ട, അവരവരുടെ വീട്ടിൽ തന്നെ താമസിക്കില്ല. അപ്പൊ ഇവിടെ ഞങ്ങളുടെ മേളത്തെ നിലയിലായിരുന്നു. പിന്നെ അവർക്കിടെ വീട്ടിലേക്ക് പോയി അസുഖം തുടങ്ങിയപ്പോ പിന്നെ വേറെ ആരായിട്ട് സമ്പർക്കമൊന്നും ഉണ്ടായില്ല. അപ്പൊ ഇവിടുന്ന് ഫുഡൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കിയാലും അവരുടെ ഗേറ്റുമ്പോ കൊണ്ടു വെച്ചു കൊടുക്കും. പിന്നെ മരുന്ന്, ഹോമിയോ മരുന്ന് ഞാൻ ഡോക്ടറെ കണ്ട് മേടിച്ച് കൊണ്ടുവന്ന ഗേറ്റിങ് വെച്ചു കൊടുത്ത്. അങ്ങനെ അപ്പൊ അങ്ങനെ ഫ്രൂട്ട്സുകളെല്ലാം വാങ്ങിച്ച് അവരുടെ ഗേറ്റിങ് വെച്ചു കൊടുത്ത് അവരെടുത്ത് അങ്ങനെ പത്യം നോക്കി 7ന്റെ അന്ന് എല്ലാം പൊട്ടി പുറത്തേക്ക് വന്ന് കുളിച്ച്. ഇനി വേറെ ആർക്കെങ്കിലും ഉണ്ടോ 5ാം പനിയുടെ എക്സ്പീരിയൻസോ കാര്യങ്ങളോ? എനിക്ക് വന്നിട്ടുണ്ട്. എനിക്ക് അമ്മയ്ക്കും കൂടെയാ വന്നത്. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ വായിക്കൊന്നും രുചി ഉണ്ടാവില്ല. ഇപ്പൊ എന്ത് കഞ്ഞി കുടിച്ചാലും നമുക്ക് രുചിയില്ല, എന്ത് കഴിച്ചാലും രുചിയില്ല. അപ്പൊ ഫ്രൂട്ട്സ് ഒക്കെ ധാരാളം കഴിക്കണം. പിന്നെ ഈ പറയുന്ന പോലെ അത് സ്പ്രെഡ് ആവാനായിട്ട് ഇടയുള്ളത് കൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഞാനും അമ്മയും തന്നെ. പിന്നെ വല്യമ്മച്ചി ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് അമ്മയുടെയും ദേഹത്തൊക്കെ വന്നതുകൊണ്ട് അമ്മയ്ക്ക് ഇങ്ങനെ ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ വല്യമ്മച്ചി വന്ന് നിന്നിട്ട് വല്യമ്മച്ചിയാണ് എല്ലാം ഉണ്ടാക്കി തന്നത്. പക്ഷെ വല്യമ്മച്ചിക്ക് അത് പകർന്നൊന്നുമില്ല. പകരൂന്ന് പറഞ്ഞാലും അത് വല്യമ്മച്ചിയിലേക്ക് വന്നിട്ടൊന്നുമില്ല, എനിക്കും അമ്മയ്ക്കുമായിരുന്നു
കൂടുതലായിട്ടും. പിന്നെ ഇത് സിവിയർ സ്റ്റേജിൽ എത്തുന്നവർക്ക് ചിലപ്പോൾ വായിലൊക്കെ ഇങ്ങനെ ഉണ്ടാവാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്കത് വന്നിട്ടില്ല. പിന്നെ 7ന്റെ അന്ന് ഈ വെള്ളമൊക്കെ തിളപ്പിച്ച് ഏതാണ്ടൊക്കെ മരുന്ന് ഇലയോ ഏതാണ്ടൊക്കെ ഇട്ട് നല്ലപോലെ തേച്ച് കുളിപ്പിച്ച് അത് ഇങ്ങനെ പൊട്ടി വന്നപ്പോഴത്തേനും. പിന്നെ ആര്യവേപ്പ് മഞ്ഞളൊക്കെയാണ് അരച്ച് തേച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് തൊണ്ടവേദന അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും. തലവേദന അങ്ങനെയുള്ള ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടാണ് ആ സമയത്ത് നമുക്ക് ഉണ്ടാവുന്നത്. ഇത് 5-ാം പനി എന്ന് പറഞ്ഞ ചിക്കൻ ബോക്സ് ആണ്. ഇവര് പറയുന്നത് ചിക്കൻ ബോക്സിന്റെ കാര്യല്ലേ? എന്തോ 5-ാം പനിയും ചിക്കൻ ബോക്സും തമ്മിൽ വ്യത്യാസമല്ലേ? വ്യത്യാസമുണ്ട് കേട്ടാ. 5-ാം പനിയും ചിക്കൻ ബോക്സും തമ്മിൽ വ്യത്യാസമുണ്ട്. എനിക്ക് വന്നിട്ടുണ്ട്. ഈ പറഞ്ഞതൊക്കെ ചിക്കൻ ബോക്സിന്റെ കാര്യങ്ങളല്ലേ? ആദ്യം പറഞ്ഞവര് മറ്റേ ഇതിന് കാര്യങ്ങൾ 5-ാം പനിയുടെ പറഞ്ഞപ്പോ ചിക്കൻ ബോക്സിന്റെ കാര്യമില്ല പറഞ്ഞത്. അതാണ് ഞാൻ അത് പറഞ്ഞത്. അപ്പൊ ഇത് രണ്ടും രണ്ടാണോ? രണ്ടാണല്ലേ? ആ ഓക്കെ ഓക്കെ. സോറി മിസ്സേ. ചിക്കൻ ബോക്സ് വേറെ 5-ാം പനി വേറെ. അതിന്റെ ലക്ഷണങ്ങളൊന്നും എനിക്കറിയില്ല. അന്ന് 3 വയസ്സിൽ എനിക്കൊന്നും അറിയില്ല. പക്ഷെ 5-ാം പനി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. കൊറേ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒത്തിരി നാള് പിന്നെ വെള്ളവും ഇതൊന്നും ഭക്ഷണമൊന്നും കഴിക്കാണ്ട് ഒത്തിരി നാള് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിന്ന് പറയണ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാനിനി പറയാം അല്ലെ. 5-ാം പനി നമുക്ക് അറിയണമല്ലോ ഇത് എങ്ങനെയൊക്കെയാണ് വരുന്നത്, ആരാണ് പരത്തുന്നതെന്നൊക്കെ അറിയണം അല്ലെ. അപ്പൊ മീസിൽസ് എന്ന് പറയുന്നത് 5-ാം പനി. ഓക്കെ, 5-ാം പനിന്ന് കൂടി ഈ ഇത് അറിയപ്പെടുന്നുണ്ട്. മീസിൽസ് എന്ന് പറയുന്ന വൈറസ് ആണ്. വൈറസ് ആണ് മാം പരത്തുന്നത്. വൈറസ് ആണ് മാം ഇത് പരത്തുന്നത്. വൈറസ് ആണ് കേട്ടോ. 5-ാം പനി പരത്തുന്നത് മീസിൽസ് വൈറസ് ആണ്. അതുകൊണ്ടാണ് മീസിൽസ് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ഇതിനെ മീസിൽസ് എന്ന് പറയുന്ന വൈറസ് ആണ് ഈ രോഗം പരത്തുന്നത്. ഓക്കെ, ഒരു സാംക്രമിക രോഗമാണ്, പെട്ടെന്ന് സ്പ്രെഡ് ആവുന്ന രോഗമാണ്. കുട്ടികളിലാണ് സാധാരണയായിട്ട് കണ്ടുവരാറുള്ളത്. കുഞ്ഞിക്കുട്ടികളിലാണ് എന്ത് കണ്ടുവരാറുള്ളത്? ഈ ഒരു രോഗം കണ്ടുവരാറുള്ളത്. ഇത് മറ്റുള്ളവരിലേക്ക് ഇപ്പോ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള, അതായത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാളില് ഇപ്പോ ഇത് മറ്റുള്ളവരിലേക്ക് പകരുമല്ലോ. അത് പകരുന്നത് എങ്ങനെയാണ്? ആ ആള് ചുമയ്ക്കുകയോ തുമ്മുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാല് അയാളുടെ ഡ്രോപ്സ് ഉണ്ടല്ലോ, ചുമക്കുകയും തുമ്മുകയും ചെയ്യുമ്പോൾ ഡ്രോപ്സ് പോവുമല്ലോ. ആ ഡ്രോപ്സിലൂടെ എന്ത് ചെയ്യാം? ഈ രോഗം മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യാം? പകരാമെന്ന് പറയുന്നത്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഇത് വ്യാപിക്കുന്നത്. ഇനി 3-4 ദിവസം എന്തുണ്ടാകും? നല്ല പനിയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, 5-ാം പനി വന്ന ഒരാളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. 3-4 ദിവസം എന്തുണ്ടാകും? പനി ഉണ്ടാകും. 5-ാമത്തെ ദിവസമായിരിക്കും മിക്കവാറും എന്ത് ചെയ്യുന്നേ? ശരീരത്തില് എന്താ ചുണങ്ങ് പോലത്തെ ചെറിയ ചെറിയ പാടുകൾ എന്ത് ചെയ്യും? ഉണ്ടാകാനായിട്ട് തുടങ്ങും. ശരീരത്തിൽ മൊത്തം എന്താണ്? ചെറിയ ചെറിയ റെഡ് ആയിട്ടുള്ള സ്പോട്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും 5-ാമത്തെ ദിവസം. അതുകൊണ്ടാണ് ഇതിനെ 5-ാം പനി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു പാടുകൾ ഉണ്ടാകും, ശരീരത്തിൽ ഉണ്ടാകും. അതുപോലെ തന്നെ മുഖത്തൊക്കെ എന്തുണ്ടാകും? ചുവന്ന് തടിച്ച പാടുകൾ ഉണ്ടാകും. പിന്നെ ചെവിയുടെ പിറകിൽ എന്തുണ്ടാകും? ഉണ്ടാവും. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ, അതായത് നമ്മൾ പറഞ്ഞല്ലേ ശരീരത്തിലൊക്കെ എന്തുണ്ട്? പാടുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരൊറ്റ ഇതിന് വസൂരി അല്ലെങ്കിൽ ചിക്കൻ ബോക്സ് ആണെന്ന് നമുക്ക് തോന്നാം. ഓക്കെ, പക്ഷെ എന്താണ്? ചെവിയുടെ പുറകിൽ പ്രത്യേകിച്ച് എന്തുണ്ടാകും? ഇതിന്റെ സിംറ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പാടുകള് ചെവിയുടെ പുറകിൽ ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ എന്താണ്? 5-ാം പനി ആയിരിക്കും. ഓക്കെ, അതാണ് മറ്റേതിന്ന് ഇതിനെ വ്യത്യാസപ്പെടുത്തുന്നത് കേട്ടോ. പിന്നെ വയറിളക്കം ഉണ്ടാവും. 5-ാം പനി വന്ന ഒരാൾക്ക് വയറിളക്കം ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ. ഓക്കെ, ഡീഹൈഡ്രേഷൻ അതായത് നിർജ്ജലീകരണം ഉണ്ടാകും ശരീരത്തിന്റെ. ഇപ്പൊ എന്താ പറയാ, ലൂസ് മോഷൻ. നമുക്ക് വയറിളക്കുമ്പോ തന്നെ എന്താണ്? ധാരാളം ജലം പുറത്തേക്ക് പോകുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ എന്താണ്? ശരീരത്തിൽ ഇങ്ങനെ വെള്ളം എന്താണ്? പോയിക്കൊണ്ടേയിരിക്കും. അതും ഒരു ലക്ഷണമാണ്. പിന്നെ ഭയങ്കരമായിട്ട് ഇത് വന്ന് കഴിഞ്ഞിട്ട് സീരിയസ് ആയിട്ടുള്ള ഒരാളെ എന്ത് ചെയ്യണം? നമ്മൾ പെട്ടെന്ന് തന്നെ ഐസൊലേഷൻ. ഇത് വന്നു കഴിഞ്ഞ ഒരാളെ നമ്മൾ പ്രത്യേകം മുറിയിൽ പാർപ്പിക്കണം. അതുകൂടാതെ സീരിയസ് ആവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇയാളെ നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, പിന്നെ ഇവിടെ പറയുന്നുണ്ട്
9th മന്ത് 12th മന്ത് ഈ ഒരു ഈ മാസങ്ങളിൽ 9ാം മാസത്തിലും 12ാം മാസത്തിലും കുട്ടിക്ക് MMR വാക്സിൻ എന്ത് കൊടുക്കണം? നമ്മൾ കൊടുക്കണം. അഞ്ചാമ്പനിക്കെതിരായിട്ടുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ് MMR വാക്സിൻ എന്ന് പറയുന്നത് കേട്ടോ. അത് 3 രോഗങ്ങൾക്കാണ് കൊടുക്കുന്നത്. മീസിൽസ്, മംസ്, റുബെല്ല. ഈ 3 രോഗങ്ങൾക്ക് കൂടി MMR വാക്സിൻ എന്ന പേരിലാണ് ഇതിന്റെ പ്രതിരോധ കുത്തിവയ്പ്പ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. ഇത്രയും കാര്യം ക്ലിയർ ആണോ? ഒന്നും കൂടെ പറഞ്ഞാൽ MMR, മീസിൽസ്, മീസിൽസ്, മംസ്, റുബെല്ല. മംസ് എന്ന് പറഞ്ഞാൽ എന്താ? മംസ് തൊണ്ടിവീക്കം. മുണ്ടുനീര് അല്ലെ, മുണ്ടുവീക്കം എന്നൊക്കെ പറയുമല്ലേ നമ്മള്, അതാണ്. ഓക്കെ. അപ്പൊ റുബെല്ലയുണ്ട്. റുബെല്ലയൊക്കെ നമ്മൾ ഇനി പഠിക്കും. റുബെല്ലയുണ്ട്. ഇപ്പൊ മീസിൽസ് നമ്മൾ പറഞ്ഞു, റുബെല്ല പറയും, അതുപോലെ മംസ് പറയും. ഈ 3 എണ്ണത്തിനും കൂടിയാണ് MMR വാക്സിൻ എന്ന് പറയുന്നത്. ഓക്കെ. റുബെല്ല എന്ന് പറഞ്ഞ എന്താ മാം? റുബെല്ല വരുന്നുണ്ട് മോളെ, ഞാൻ പറയാം കേട്ടോ. ഓക്കെ. അപ്പൊ തിരിച്ചറിയാനുള്ള പെട്ടെന്നുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അഞ്ചാമ്പനി മീസിൽസിനെ ചെവിയുടെ ബാക്കില് ഇവിടെ ബാക്കിൽ എന്തുണ്ടാവും? റെഡ് സ്പോട്സ് കാണാനായിട്ട് സാധിക്കും. പിന്നെ വയറിളക്കമൊക്കെ ഉണ്ടാവും കേട്ടോ. ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. ഓർമ്മയുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഭയങ്കര മേലുവേദനയും പനിയായിട്ട് തുടങ്ങി. എനിക്ക് അങ്ങനെയാ തുടങ്ങിയത്. സ്കൂളിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു. അങ്ങനെയായിരുന്നു അല്ലേ? മേലുവേദനയായിട്ട് തുടങ്ങി, പിന്നെ പനിയായി, പിന്നെ മേലൊക്കെ ഇങ്ങനെ പൊന്തി. പിന്നെ അനിയന് വന്നു. ഇതുപോലെ നല്ല സിവിയർ ആയിരുന്നു. 10 ദിവസത്തോളം കിടപ്പന്നെയായിരുന്നു. എണ്ണ മെഴുക്കൊന്നും അങ്ങനെ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന സമയത്ത് അത് ദഹിക്കാൻ ബുദ്ധിമുട്ടാന്ന് പറയും. അതാണ് എണ്ണയും മെഴുക്കിന്റെ ഒക്കെ കാര്യം കൂടുതലായിട്ട് പറയുന്നുണ്ട്. എരിവ്, പുളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് പറയുന്നു. ഓക്കെ. അപ്പൊ ഇതാണ് എന്താ പറയാ, മീസിൽസിനെ ഇപ്പൊ ഇത് പൊതുവെ കുറവില്ലേ കാണുന്നത് ഈ മീസിൽസ്? പൊതുവെ കുറവാണ് കണ്ടുവരുന്നത് കേട്ടോ. ഈ രോഗങ്ങളിലൊക്കെ പൊതുവെ കുറവെന്ന് തന്നെ പറയാം. കാരണം പ്രോഗ്രാമുകൾ ഉണ്ട് ധാരാളം. അതിലൂടെ ആളുകൾക്കൊക്കെ അറിയാം പ്രതിരോധിക്കേണ്ടത് എങ്ങനെയാണ്, വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ശരിയാക്കേണ്ടതെന്നൊക്കെ ആളുകൾക്ക് അറിയാം. മുമ്പായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. പക്ഷെ കുഞ്ഞുങ്ങളുടെ കാര്യം നമ്മൾ കൂടുതലായിട്ട് അറിഞ്ഞിരിക്കണം അല്ലെ? അതായത് നിങ്ങളുടെ വീട്ടിലാണെങ്കിലും നിങ്ങൾ ഇനി പഠിപ്പിക്കാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിലും അതാണ് കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, ഇവർക്ക് ഓരോ സ്റ്റേജിലും കൊടുക്കേണ്ട വാക്സിൻസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് നിങ്ങളുടെ സിലബസിൽ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് എന്റെ സിംറ്റംസ് സഹിതം പറഞ്ഞു തരുന്നത്. ഓക്കെ. മിസ്, ഇപ്പൊ വരുന്ന ഈ തക്കാളിപ്പനി എന്ന് പറഞ്ഞിട്ടുള്ളത് അത് ഇതുമായിട്ട് വല്ല സംബന്ധമുള്ളതാണ്? ഇല്ല. തക്കാളിപ്പനി വേറെയാണ്, ഇത് വേറെയാണ്. അത് സീസണൽ ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ അല്ലേ തക്കാളിപ്പനി എന്നൊക്കെ പറയുന്നത്. സീസണൽ ആയിട്ടുള്ള ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല കേട്ടോ. അഞ്ചാമ്പനിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇന്നാരെങ്കിലും ആക്ഷൻ സോങ്ങോ റോൾ പ്ലേയോ റെഡി ആയിട്ട് വന്നിട്ടുണ്ടോ? നിങ്ങൾ ഭയങ്കര മടിച്ചിമാരാണെന്ന് തോന്നുന്നു അല്ലെ? ഇതൊന്നും ചെയ്തിട്ട് വരില്ലേ? പറഞ്ഞിരുന്നല്ലേ ഞാൻ? മാം വേറെ ക്ലാസ്സിൽ ചെയ്തതാ, അപ്പൊ ഈ ക്ലാസ്സിലും ചെയ്യണോ? എന്റെ ക്ലാസ്സിൽ ചെയ്യണ്ടേ? റോൾ പ്ലേ ചെയ്യണം വേറെ? ഇല്ല. ശില്പ ചെയ്തിട്ടുണ്ടായിരുന്നോ? കഴിഞ്ഞ ഏതെങ്കിലും ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നോ? ശരണ മാമിന്റെ ക്ലാസ്സിൽ റോൾ പ്ലേയും ചെയ്തു. മാമിന്റെ ക്ലാസ്സിൽ ഞാൻ റോൾ പ്ലേ ചെയ്തതാണ് അല്ലേ? എന്റെ ക്ലാസ് അങ്ങനെ വളരെ കുറവ്, ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഉണ്ടാവാറുള്ളൂ. അപ്പൊ ഞാൻ കാണുന്നില്ലല്ലോ നിങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിക്കുന്നേ. ഇനിത്തെ റോൾ പ്ലേ മലയാളത്തിൽ എഴുതിക്കോട്ടെ. എന്താ? ഇനിത്തെ റോൾ പ്ലേ മലയാളത്തിൽ എഴുതിക്കോട്ടെ. ഇംഗ്ലീഷ് തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടോ?
പക്ഷെ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് മറ്റേ എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാണ്. ഇപ്പൊ കുട്ടികൾക്ക് ഓവർലോഡ് കൊടുക്കുന്നില്ലേ, അപ്പൊ അത് ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാൽ അത്രയും ഇതാകില്ല. മലയാളം ആകുമ്പോ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാ. ഇംഗ്ലീഷിൽ തന്നെ ചെയ്യാറുണ്ട് നിങ്ങള്? അതാണ് എന്റെ ഒരു ഒപ്പീനിയൻ. ഇംഗ്ലീഷിൽ തന്നെ ചെയ്യാനാണ് ഏറ്റവും നല്ലത്. പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിലായിട്ട് എന്ത് ചെയ്യാ, നോട്ടാക്കി വെക്കുക. ആക്ഷൻ സോങ് ഇംഗ്ലീഷിൽ തന്നെ വേണോ? എന്താ ആക്ഷൻ സോങ് ഇംഗ്ലീഷിൽ തന്നെ വേണോ? ആക്ഷൻ സോങ്ങും ഇംഗ്ലീഷിലാണ്, എല്ലാവരും ഇംഗ്ലീഷിൽ വേണം. അത് നിർബന്ധമാണ്. മാം, ആക്ഷൻ സോങ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നതില്ലേ ഹെൽത്തി ഫുഡിനെ അൺഹെൽത്തി ഫുഡ് മറ്റേ ജങ്ക് ഫുഡിനെ വെച്ചിട്ടാ. അപ്പൊ അതിൽ നമുക്ക് ഒരുപാട് ആക്ഷൻസ് കാണിക്കാൻ പറ്റില്ല. അപ്പൊ അതിന് പ്ലക്കാർഡ്സ് യൂസ് ചെയ്തോട്ടെ. എന്താ മോളെ, ക്ലിയർ ആയില്ല പറഞ്ഞു. ഹെൽത്തി ഫുഡ് അൺഹെൽത്തി ഫുഡ് വെച്ചിട്ടാണ് ആക്ഷൻ സോങ് ഒരെണ്ണം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ ആക്ഷൻസ് ഒരുപാട് കാണിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പ്ലക്കാർഡ്സ് യൂസ് ചെയ്തോട്ടെ. അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെന്നോ? പ്ലക്കാർഡ്സ് യൂസ് ചെയ്തോട്ടെ. ഇപ്പൊ ഹെൽത്തി ഫുഡ് ചെയ്തോളൂ, അതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. അതൊന്നും പ്രശ്നമില്ല. നിങ്ങൾക്ക് എങ്ങനെയായാലും അതൊന്ന് പ്രസന്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. പിന്നെ അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ ഒരാള് റെഡി ആയിട്ട് വരിക. റോൾ പ്ലേ ആരാ? ഞാൻ ചെയ്യാം മാം. ആരാ പേരെന്താ? ആര്യലക്ഷ്മി. ആര്യലക്ഷ്മി. ഓക്കെ. അപ്പൊ ആര്യലക്ഷ്മിയാണ് അടുത്ത ക്ലാസ്സിൽ റോൾ പ്ലേ ചെയ്യുന്നത് കേട്ടോ. ചിലപ്പോ ഞാൻ മറന്നു. ഞാനും ചെയ്യാം മാം. ഓക്കെ ഓക്കെ. അഭിജിത്ത് ചെയ്യാം. ഓക്കെ. അപ്പൊ നിങ്ങക്ക് രണ്ടുപേർക്കും അറിയാമല്ലോ. അപ്പൊ അടുത്ത നെക്സ്റ്റ് വീക്കിൽ എന്ത് ചെയ്യുന്ന ക്ലാസ്സിൽ നെക്സ്റ്റ് ബുധനാഴ്ച പ്രിപ്പയർ ചെയ്തിട്ട് വന്നാൽ മതി കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് പോയിന്റ് ചെയ്യാം. ഇനി നമ്മൾ റുബല്ല പഠിക്കും. അതുപോലെ തന്നെ മംസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, കുറച്ചും കൂടി കാര്യങ്ങൾ പറയാനുണ്ട്. ഇതൊക്കെ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ. ഇത് വെച്ചിട്ട് നോട്ട് ഇംഗ്ലീഷിലാക്കാൻ നോക്കാം കേട്ടോ. നിങ്ങളുടെ ഒരു ഹോംവർക്കാണ് ഞാൻ തരുന്നത് കേട്ടോ. ഒരു ആക്ടിവിറ്റി പോലെ ചെയ്യാം കേട്ടോ. ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇംഗ്ലീഷ് വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് സെന്റൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് എന്ത് ചെയ്യാം, ഒരു പാരഗ്രാഫ് ആക്കി എടുക്കാം. ഓക്കെ. അപ്പൊ ഗുഡ് നൈറ്റ്. Thank you, ma'am. Good night, ma'am.